യേശുക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഉദ്ധിതനായ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലേന മറിയത്തിനാണെന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. ശൂന്യമായ കല്ലറയിങ്കൽ വന്ന ശിഷ്യന്മാർ മടങ്ങിപ്പോയിട്ടും അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിരുന്നു. മഗ്ദലേന മറിയത്തിന് ഈശോയോടുള്ള സ്നേഹബന്ധം പ്രകടമാക്കുന്ന പല സൂചനകൾ ഈ ഉദ്ധാന വിവരണത്തിൽ കാണാം. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൾ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വരുന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടപ്പോൾ ഉടനെ ശിഷ്യരുടെ അടുക്കൽ ഓടിയെത്തി കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് അവൾ പറയുന്നു. കർത്താവിനെ കാണാത്തതിൻ്റെ ദുഃഖത്തിൽ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കുന്നു. നീ എന്തിനാണ് കരയുന്നത് എന്ന് ദൂതന്മാർ ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി എന്ന് അവൾ മറുപടി പറയുന്നു. തോട്ടക്കാരനാണെന്ന് കരുതി ഈശോയോട്, എവിടെ വച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവിടെ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവൾ പറയുന്നു. ഈ വാക്കുകളെല്ലാം മഗ്ദലേന മറിയത്തിന് ഈശോയോടുള്ള അതിയായ സ്നേഹത്തെ എടുത്തു കാണിക്കുന്നവയാണ്. ഉത്തമഗീതത്തിൽ മണവാട്ടി മണവാളനെ തേടുന്ന വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു വിവരണമുണ്ട്. എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ പിടിച്ചു. എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാതെ അവനെ ഞാൻ വിടില്ല. സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ഈശോയെ തേടുന്ന മഗ്ദലേന മറിയത്തെയാണ് ഇവിടെ കാണുക. മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട ഈശോയെ അവൾ തിരിച്ചറിഞ്ഞില്ല. പേര് ചൊല്ലി വിളിച്ചപ്പോഴാണ് അവൾ ഈശോയെ തിരിച്ചറിഞ്ഞത്. ഈശോ അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. ഈശോ മഗ്ദലേന മറിയത്തെ പേര് വിളിച്ച് സംബോധന ചെയ്തപ്പോൾ അവൾ ഈശോയെ തിരിച്ചറിഞ്ഞു. പക്ഷേ റബ്ബോനി അഥവാ ഗുരു എന്നാണ് അവൾ ഈശോയെ അഭിസംബോധന ചെയ്യുന്നത്. ഈശോ ആയിരിക്കുന്നത് പോലെ അവിടുത്തെ തിരിച്ചറിയാനും അവിടത്തോട് ബന്ധപ്പെടുവാനും അവൾക്ക് കഴിഞ്ഞില്ല എന്ന് ഇവിടെ സൂചനയുണ്ട്. ജീവിതകാലത്ത് ഈശോയുമായി അവൾ ഗുരുശിഷ്യബന്ധം പുലർത്തിയിരുന്നു. ഈശോ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പുലർത്തിയിരുന്നത് പോലെയുള്ള ബന്ധം ഇനിയും തുടരാവുന്ന രീതിയിൽ അവിടുന്ന് തിരിച്ചു വന്നു എന്ന് അവൾ വിചാരിച്ചു. ഈ തെറ്റിദ്ധാരണയെ തിരുത്തണമെന്ന് അവളോട് ഈശോ ആവശ്യപ്പെടുന്നതായി അടുത്ത വാചകത്തിൽ സൂചനയുണ്ട്. താൻ മഹത്വീകരിക്കപ്പെട്ടവനായിരിക്കുന്നുവെന്ന് ഈശോ അവളെ ഓർമ്മിപ്പിക്കുന്നു. മഹത്വീകൃതനായ ഈശോയോട് ഇനി ബന്ധം പുലർത്തേണ്ടത് വിശ്വാസത്തിലൂടെയാണ് എന്ന് സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. മഗ്ദലേന മറിയത്തിൻ്റെ കണ്ണുകൾ ഉദ്ധിതനായ മെശിഹായുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതരുമുണ്ട്. അതിൻ്റെ സൂചനയായി അവർ എടുത്തു കാണിക്കുന്നത് അവൾ ഈശോയെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നതാണ്. തോട്ടക്കാരനെന്ന് കരുതി എൻ്റെ കർത്താവിനെ അവർ എടുത്തു കൊണ്ടുപോയി എന്ന് ഈശോയോട് പറയുന്നത് അവരുടെ മെശിഹ അനുഭവത്തിൻ്റെ അടയാളമായി പലരും കണക്കാക്കുന്നുണ്ട്. തോമസ് അപ്പോസ്തലനും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണല്ലോ ഏറ്റുപറഞ്ഞത്. ഈശോയെ കർത്താവ് ഏറ്റുപറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്തയായി കണക്കാക്കപ്പെടുന്നുണ്ട്. മറിയം മഗ്ദലേന ഉദ്ധിതനായ ഈശോയെ തിരിച്ചറിഞ്ഞത് അവിടുത്തെ വചനത്തിലൂടെയാണ്. ഉദ്ധിതനായ ഈശോയെ നേരിട്ട് കണ്ട് തിരിച്ചറിയുവാൻ ആർക്കും സാധ്യമല്ല. കാരണം ബാഹ്യമായ കണ്ണുകൾക്ക് അഗോചരമാണ് ഉദ്ധിത ശരീരം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ ഉദ്ധിതനെ തിരിച്ചറിയാൻ കഴിയൂ. അങ്ങനെ തിരിച്ചറിയുവാൻ അടയാളങ്ങൾ വേണം. അരൂപിയായ ദൈവവുമായി ബന്ധപ്പെടാൻ മനുഷ്യന് അടയാളങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ജീവാത്മാവായി മാറിയ ഉദ്ധിതനെ തിരിച്ചറിയാനും അടയാളങ്ങൾ വേണം. ദൈവവുമായി ബന്ധപ്പെടാൻ അവിടുന്ന് മനുഷ്യന് കൽപ്പിച്ചരുളിയ മാധ്യമമാണ് അവിടുത്തെ വചനം. ഇവിടെ ഉദ്ധിതൻ്റെ വചനം മറിയത്തിന് ഉദ്ധിതനെ തിരിച്ചറിയുവാൻ മാധ്യമമായി തീരുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന് വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ച് അവർക്ക് സ്വയം വെളിപ്പെടുത്തിയ ഉദ്ധിതനായ മെശിഹ
ഇന്നും പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുമ്പോൾ അവിടെ സന്നിഹിതനായി സംസാരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ വചനശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്ക് അതിലൂടെ ഉദ്ധിതനായ മിശിഹായെ കണ്ടുമുട്ടാനാകും. മറിയത്തെ പേര് വിളിച്ച് സ്വയം വെളിപ്പെടുത്തിയ ഈശോ മറ്റൊരു വസ്തുത കൂടി അനുസ്മരിപ്പിക്കുന്നുണ്ട്. നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അങ്ങനെ ആടുകൾ ഇടയനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. താൻ നല്ല ഇടയനാകുന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈശോ പറയുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു, അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് വീണ്ടും പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധമാണ് പരസ്പരം അറിയുവാൻ സഹായിക്കുന്നത്. നമുക്കും ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാം. ബാഹ്യമായ അടയാളങ്ങളിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം. വിശ്വാസത്തിൻ്റെ അതിനാഥനായ ക്രിസ്തുദേവനെ വിശ്വാസത്തിൻ്റെ മനോഹാരിതയോടെ നമുക്ക് സമീപിക്കാം. ഉദ്ധിതനായ ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് നമുക്കും ഉദ്ധാന പ്രഭയിൽ മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.